നമ്മുടെ കാലാപ്പാടി പൂവോട് കൂടെ അല്ലേ? കണ്ണിമാങ്ങയ്ക്ക് വേണ്ടി റെഡി ആയി നിൽക്കുന്ന പ്ലാന്റ്. നമുക്ക് ഇതൊക്കെ സെയിം റേറ്റ് ആണ്. ഇത് ഹോം ഗ്രൗണ്ട് ചുങ്കപ്പുര സോഫ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു വെറൈറ്റി ആണ്. അതെ, പഴച്ചക്കയാണ്. പഴച്ചക്ക പൊതുവെ പ്രൊമോട്ട് ചെയ്യില്ലല്ലോ പൊതുവെ. പക്ഷേ അത് ഇവരെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് ഒരു കോട്ടയത്തെ ഒരു പുരാതന വീടാണ് ചുങ്കപ്പുര എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവിടെ ഉള്ളൊരു വെറൈറ്റിയാണ്. എല്ലാ തരത്തിലുള്ള പഴച്ചക്ക എന്ന് പറയുന്ന കൺസെപ്റ്റ് അതിനുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അവർ കൂഴച്ചക്ക എന്നാണ് അവർ പറയുക. നമ്മളിവിടെ പഴച്ചക്ക എന്ന് പറയും. തെക്ക് ഇതിന് കൂഴച്ചക്ക എന്നാണ് പറയുന്നത്. പക്ഷേ ഗംഭീര ചക്കയാണ്. ചക്ക എന്നുള്ള ഇടയ്ക്ക് വറക്കാനും പുഴുക്കിനും എല്ലാം അതിഗംഭീരമാണെന്ന് അവർ പറയുന്നു. നമ്മൾ കഴിച്ചിട്ടില്ല. ഹോം ഗ്രൗണ്ട് വിശ്വസിച്ച് മേടിച്ച പ്ലാന്റ് ആണ്. വലിയ പ്ലാന്റ്സ് ഉണ്ട്. ഒക്കെ 300 rupees, 300 രൂപയ്ക്ക് 10-14 സൈസാണ്. ഓക്കെ. അപ്പോൾ അത് ആ വില തന്നെയാണ് അതിന് വരുന്നത്. നല്ല ഗംഭീര പ്ലാന്റ്സ് ആണ്. പിന്നെ അത് നങ്കടാക്ക്. ഓക്കെ, നങ്കടാക്ക് ഉണ്ട്, ചെമ്പടാക്ക് ഉണ്ട്. ഇത് നങ്കടാക്ക് ആയാലും വരുന്നത്. അതെ. ഓക്കെ, ഈ പ്ലാന്റ് സെയിം റേറ്റ് തന്നെ? സെയിം റേറ്റ് ആണ്. 300 രൂപ. കംബോഡിയൻ ചാക്ക് വിയറ്റ്നാം സൂപ്പർ പോലെ പെട്ടെന്ന് കഴിക്കുന്നതാണ്. അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റ് ആണ്. നല്ല പ്ലാന്റ് ആണ്. വെച്ചടുത്തോളം ഇത് കായ്ക്കും. ഇതൊക്കെ എത്രയ്ക്കാ? 300 രൂപ. സെയിം റേറ്റ്. മാറ്റി കുഴിച്ചിട്ടാ ഇത് വില 800 രൂപയായി. വലിയ പ്ലാന്റ് ആണ്. ഇതിപ്പോൾ കായ്ച്ചിട്ടുണ്ട്, ഞാൻ കാണിക്കാം. ഇപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ നട്ടത് കായ്ച്ചിട്ടുണ്ട്. പ്ലാന്റുകളെല്ലാം കായ്ച്ചതുണ്ട്. ഇവിടുന്ന് കൊണ്ടുപോയി വെച്ചത്. അപ്പോൾ ഇത്ര ഒരു 2-3 കൊല്ലത്തെ ഹിസ്റ്ററി നമുക്കുള്ളൂ. ഫെബ്രുവരിക്ക് 3 കൊല്ലമാവുള്ളൂ. നമ്മൾ ഈ കാലം കൊണ്ട് വെച്ച് കായ്ച്ച തൈകൾ കാണിക്കാം. ഇവിടുന്ന് കൊണ്ടുപോയി ഹോം ഗ്രൗണ്ട് പ്രോഡക്ട്സും പിന്നെ ഈ പുറത്തുനിന്നുള്ള അല്ലാത്ത കാലാപ്പടിയും കായ്ച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണിക്കാം. യെസ്. സ്റ്റാർ ഫ്രൂട്ട് B17 സ്വീറ്റ് ആയിട്ട് നല്ല അടിപൊളി പ്ലാന്റ്. ഹോം ഗ്രൗണ്ട് എത്രയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക? 350. ഇതിപ്പോ സ്വീറ്റ് ആവുന്ന 100% ഉറപ്പാണ്. കാരണം നമ്മളെ ചില സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മെസ്സേജ് ചെയ്യാറുണ്ട്. കാരണം സ്വീറ്റ് എന്ന് പറഞ്ഞ് വാങ്ങണത് ഹോം ഗ്രൗണ്ട് അങ്ങനെ പറയുന്നു. നമ്മൾ പലതും ഇത് ഞാൻ കഴിച്ചിട്ടില്ല വന്നിട്ട്. നമ്മൾ ഹോം ഗ്രൗണ്ട് വിശ്വസിച്ചിട്ട് അതെ അങ്ങനെ തന്നെയാണ്. ഈ ഒരു സെക്ഷൻ ആയിട്ട് പേരത്തൈകൾ ഏതൊക്കെയുണ്ട്? ഇതിൽ നമ്മൾ കുറച്ച് ഹോം ഗ്രൗണ്ട് അല്ലാത്ത പേര ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സാധാരണ ഫ്രൂട്ട് ഉള്ളത് ഇവിടെ ഇരിക്കുന്നുണ്ട്. L49 ഉണ്ട് ഇതിനകത്ത്. കൂടുതലും L49 ആണ്. പിന്നെ തായ്പിങ്ക് ഉണ്ട്. അത് ഹോം ഗ്രൗണ്ട് തായ്പിങ്ക് ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ ജപ്പാൻ പേര എന്ന് പറയുന്ന സംഗതി അതും ഹോം ഗ്രൗണ്ട് ഉണ്ട്. BNR ഇരിക്കുന്നുണ്ട്. പേരൊക്കെ എങ്ങനെയാണ് നമ്മൾ റേറ്റ് ചെയ്തേക്കണേ? തായ്പിങ്ക് നമ്മൾ കൊടുക്കുന്നത് 150 രൂപയ്ക്കാണ്. ഓക്കെ. BNR 250 രൂപയ്ക്കാണ്. അതായത് 100 രൂപ മുതൽ പേരൻ്റെ റേറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അതിൽ ഹോം ഗ്രൗണ്ട് നമ്മൾ ഈ പിങ്ക് 150 രൂപയ്ക്കും BNR 250 രൂപയ്ക്കും കൊടുക്കും. പിന്നെ കിംസൺ റെഡ് എന്ന് പറയുന്നത് ജപ്പാൻ പേര എന്ന് പുറത്ത് വരുന്ന പ്ലാന്റാണ്. കിംസൺ റെഡ് അതിന് 300 രൂപ. ഈ ക്രിംസൺ റെഡിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഒരു നഴ്സറിയിലും ഹോം ഗ്രൗണ്ട് അത്രയും ക്വാളിറ്റി പ്ലാന്റ്സ് ഞാൻ കണ്ടിട്ടില്ല. പ്ലാന്റ് കാണിക്കാം. ഇത് ക്രിംസൺ റെഡ് പേര. അടിപൊളി പ്ലാന്റ് ആണുള്ളത്. ഗംഭീര പ്ലാന്റ് ആണ്. എല്ലാ ഭംഗിയുണ്ട്. 300 rupees. നമ്മുടെ നല്ല സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ ജപ്പാൻ പേര എന്ന് പറഞ്ഞ ബാക്കി നഴ്സറിക്കാർ വിൽക്കുന്നുണ്ട്. എന്തായാലും 300 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് എവിടെയും കിട്ടില്ല. പൂവിട്ട പ്ലാന്റ്സ് ഉണ്ട്. പലതും കായ ഉണ്ടാവാറുണ്ട്. 300 രൂപയ്ക്ക് 300 രൂപ. ക്രിംസൺ റെഡ് എന്നാണ് ഹോം ഗ്രൗണ്ട് ടാഗ് ഉണ്ടാവുക. ഇത് ജപ്പാൻ പേര എന്ന് പറഞ്ഞിട്ടാണ്. അത് പെട്ടെന്ന് ഇലയിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. ഇല ഒരു പ്രത്യേക പെക്യുലർ ഇലയാണ് ഇതിൻ്റെ. കണ്ടോ, ഒരു പ്ലാസ്റ്റിക് ഇല പോലെ ഉണ്ടാവും കാഴ്ചയ്ക്ക്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ജപ്പാൻ പേരയായിട്ട് നോക്കിയാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു 600-700 രൂപയാണ് വളരെ ഹെൽത്തി അല്ലാത്ത പ്ലാന്റ് പോലും നമ്മുടെ ബാക്കി നഴ്സറിയിൽ കണ്ടിട്ടുള്ളത്. ഇതെങ്ങനെ കണ്ണടച്ച് മേടിക്കാവുന്ന സാധനമാണ്. അത്ര റിസൾട്ട്, നല്ല റിസൾട്ടും ഉണ്ട്. എൻ്റെ വീട്ടിലുണ്ടായിട്ടുണ്ട്. ഗ്രാഫ്റ്റ് ചെയ്തതോ ബഡിൻ്റെ അടിയിൽ നിന്ന് മുള വരരുത്. ഈ ക്രിംസന്റെ ഒക്കെ ഒരു പ്രശ്നം, അടിയിൽ നിന്ന് മുള വരാനുള്ള ടെൻഡൻസി ഭയങ്കര ഗ്രോത്ത് വളരും. അത് അതിനെ മറികടന്ന് പോവും. അപ്പോൾ ആ വളർച്ച വരുമ്പോൾ അടിയിൽ നിന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പ്ലാസ്റ്റിക് വെച്ച് മറച്ച് പിടിക്കുക വേണം. അതിൻ്റെ റൂട്ട് സ്റ്റോക്ക് ഒന്നും ആവരുത് മുള വരുന്നത്. അത് വളരെ പ്രധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് പ്ലാന്റ് എടുക്കുമ്പോഴും പ്രധാനമാണ്. നമ്മുടെ ഈ ഒട്ടിച്ച ഭാഗം, ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മണ്ണിൻ്റെ മുകളിലേക്ക് നിൽക്കണം. ഒരു മുളയും അടിയിൽ നിന്ന് വന്നൊരു ഗ്രോത്ത് തൈയായിട്ട് മാറി വരരുത്. തൊട്ട് ബാക്കിൽ നമ്മളെ മാംഗോസ്റ്റ് ഇരിക്കുന്നുണ്ട്. ഇത് മാംഗോസ്റ്റിൻ്റെ ഏറ്റവും ചെറിയ കവറാണ്. K100 എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ചെറുത്. ഇതിപ്പോൾ ഇവിടെ വന്നിട്ട് ഇരുന്നിട്ട് തട്ടൊക്കെ ആയി. ചെറിയ പ്ലാന്റാണെന്ന് പറയാൻ പറ്റും. ചെറിയ കവറാണ്. 10-14 കുറഞ്ഞ കവറാണ്. ഓക്കെ. ഈ കവർ സൈസ് നമ്മൾ എത്ര കൊടുക്കണേ? നമ്മൾ 250 രൂപീസേ ഉള്ളൂ. എത്ര? 250. ഓക്കെ.
ഇതൊക്കെ നമുക്ക് വെച്ച് എത്ര സമയം കൊണ്ട് കിട്ടും? അത് മാംഗോസ്റ്റിന് സമയം എടുക്കും, കുറച്ച് അവർ പറയുന്നത്. ഓക്കെ ഓക്കെ. ഈ തൈ ആയിട്ടാണ്. അതെ, ഇത് വെച്ചാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഗുണം എന്താണെന്ന് ചോദിച്ചാൽ മറവിൽ വളരും. ഒരു ഷേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. നല്ല വെയിലത്ത് വെക്കാതിരിക്കണതാണ് ഉത്തമം, വെയിലത്ത് ഇത് വാടിപ്പോവും. അപ്പോൾ ഒരു ലേശം മറവുള്ള കുടംപുളി നിൽക്കണ പോലെ അങ്ങനെ നിൽക്കും. ഇതിൽ വലിയ കവർ സൈസ് വരുന്നതാണ് ഈ റംബൂട്ടാൻ. ഇത് 450 റുപ്പീസാണ്. എല്ലാം K100 ആണല്ലേ? എല്ലാം ഒരൊറ്റേ ഉള്ളൂ. ഇതിന് 450 റുപ്പീസിനാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇത് കായ്ച്ചതാണ്, ഇത്തിരി പ്രായമുള്ള സപ്പോർട്ടുകളാണ്, നല്ലോണം കായ പിടിച്ചിട്ടുണ്ട്. ബനാന ഉണ്ടല്ലോ ഇതിൽ? ബനാന ഉണ്ട്. മറ്റേത് കാലാവട്ടിയാണ്. അത്യാവശ്യം കായ നല്ലോണം ഉണ്ടായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം വലിയ പ്ലാന്റുകൾ. നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റിയത്? 750 റുപ്പീസ്. 750 കൊടുക്കാം. ഓക്കെ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്. കവർ സൈസും വലുതാണ്. നമ്മൾ കവർ സൈസിന് നമ്മൾ നല്ലോണം വില കൊടുത്ത് വാങ്ങിച്ചതാണ്. അതിന് ഒരു എന്താ പറയുക, ഒരു ഡിസ്കൗണ്ട് റേറ്റാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ സൊസൈറ്റി തുടങ്ങിയതിന് ശേഷം നട്ട വിയറ്റ്നാം സൂപ്പറാണത്. ഇപ്പോൾ ആ ചക്കയുടെ സൈസ് നോക്കൂ, ഒരു 12-15 കിലോ കാണും. അത്യാവശ്യം നല്ല നിലയ്ക്ക് കായ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ എന്തായാലും ഒരു 3 വർഷത്തിന് താഴെ 3 വർഷം താഴെ 3 വർഷം കഴിഞ്ഞിട്ടില്ലല്ലോ സൊസൈറ്റി തുടങ്ങിയിട്ട്. 3 വർഷത്തിന് താഴെ പഴക്കമുള്ള നമ്മുടെ വിയറ്റ്നാം സൂപ്പർ കഴിച്ചിട്ടുള്ളതാണത്. വിയറ്റ്നാം സൂപ്പർ ഇപ്പോൾ ഈ സീസണിൽ കായ പറിച്ച് ബാക്കിയുള്ളതാണ് ഇപ്പം നിൽക്കുന്നത്. അടിഭാഗം മുതലുണ്ട് കേട്ടോ. അത് ഇത് ഹോം ഗ്രൗണ്ട് വെച്ചത്, ഹോം ഗ്രൗണ്ട് വിയറ്റ്നാം സൂപ്പറാണത്. നമ്മുടെ കാലാപ്പാടി പൂവോട് കൂടെ അല്ലേ, കണ്ണിമാങ്ങയ്ക്ക് വേണ്ടി റെഡി ആയി നിൽക്കുന്ന പ്ലാന്റ്. നമുക്ക് ഇതൊക്കെ സെയിം റേറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എത്രയും ഇത് കൊടുക്കാൻ പറ്റും? 350, 350 കേട്ടോ. അപ്പൊ ഒന്ന് മാത്രമല്ല, ദാ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഒക്കെ ദാ പൂവ് കേട്ടോ, ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പെട്ടെന്ന് വരുന്നവർക്ക് പൂവോട് കൂടെയുള്ള കൊണ്ടുപോവാം, പിന്നെ കുറച്ച് വഴുകി വരുന്നവർക്ക് പൂ ഇടാനായിട്ടുള്ളത് കൊണ്ടുപോവാം. റെഡിയാണ്, പൂവിന് പൂക്കാൻ റെഡി ആയി നിൽക്കുന്നത് കൊണ്ടുപോവാം. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടെ ഒരു ട്രേഡ് മാർക്കായിട്ട് തന്നെ ഇവർ കൊണ്ടുപോയി നടക്കുന്നത് ഈ ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. ആ ഒരു വെറൈറ്റി നമുക്ക് കൊടുക്കാൻ യാതൊരു പേടിയും വേണ്ട. റിസൾട്ട് ഗ്യാരണ്ടീഡ് ആണ്. ഇത് അബിയു ഹോം ഗ്രൗണ്ട് ആണ്. നല്ല വലിയ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ 7 അടി പൊക്കമുണ്ട്. 7 അടി പൊക്കമുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുക? നമുക്കൊരു 375 ആണ് റേറ്റ്. അതിന് കൊടുക്കാം. ഇനിയിപ്പോൾ ഷിപ്പിംഗ് വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ ചെറുമട്ടത്തിനായിട്ട് കൂടും. അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങളിപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് വേറെ, ഇപ്പോൾ ഇത് നോക്കൂ, ഇതെല്ലാം വലിയ പ്ലാന്റ്സ് ആണ്. നമ്മളിപ്പോൾ ഒരു സഹകരണ സംഘം ആയതുകൊണ്ട് മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. ഈ പ്ലാന്റിന്റെ സൈസ് നോക്കൂ. ഇത് ഹോം ഗ്രൗണ്ട് തന്നെയാണ് കേട്ടോ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇവിടെ കാഴ്ചതുണ്ടെന്നാ പറഞ്ഞല്ലോ. ഇത് വെച്ചത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇത് ഇസ്രായേൽ അത്തി ആണ്. ഇത് കഴിഞ്ഞ് അവസാനം കസ്റ്റമേഴ്സ് തെരവ് വന്ന സാധനമാണ്. ഇപ്പോൾ ഈ 4 പീസ് ഇനി ബാലൻസ് ഉണ്ടല്ലോ. നമ്മൾ 150 രൂപയ്ക്കാണ് വിറ്റിരുന്നത്. ഓക്കെ. അപ്പോൾ അത് കാരണം അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, മുഴുവൻ ചിലവായി പോയി. പെട്ടെന്ന് പോകാനും ചാൻസ് ഉണ്ട്. പൊതുവെ കമ്പയർ ചെയ്യുമ്പോൾ വില കുറവാണ്. അപ്പോൾ പെട്ടെന്ന് കായ ഉണ്ടായിരുന്നു, കംപ്ലീറ്റ് കായ ഉള്ളത് മുഴുവൻ പോയി. കംപ്ലീറ്റ്. അതെ, നമ്മളത് ഫ്രൂട്ടുള്ളതാണ് വിറ്റിരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും, നമ്മൾ ശ്രമിക്കാന്നേ പറയാൻ പറ്റും. എന്തായാലും ഞാൻ ഡിസ്പ്ലേയിൽ നമ്പർ കൊടുക്കുന്നത്, ഒന്ന് വിളിച്ച് എൻക്വയറി ചെയ്തോളൂ കേട്ടോ. ആയിക്കോട്ടെ. ഹോം ഗ്രൗണ്ട് നാടൻ മാവുകൾ ഏതൊക്കെയുള്ളത്? ഇത് കോട്ടൂർക്കോണാണ് ഹോം ഗ്രൗണ്ട്. ഒന്ന് എടുത്ത് കൈ പിടിക്കോ. ഇത് കോട്ടൂർക്കോണാണ്. ഓക്കെ. ഇതൊക്കെ എത്രയ്ക്ക് കൊടുക്കണേ? ഇത് 350 രൂപ. 350. കവർ സൈസ് 350. ഇതെല്ലാം 350. ഈ സൈസ് ഇവിടെ ഇരിക്കുന്ന എല്ലാ മാവും 350 രൂപ. ഓക്കെ. ഏതൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നമുക്ക് പറഞ്ഞാലോ. ഇത് കോട്ടൂർക്കോണം, പിന്നെ ഇത് കല്ലുകെട്ടി, എറണാകുളത്തിന്റെ കല്ലുകെട്ടി, എറണാകുളം. അപ്പോൾ അതിപ്പോൾ തിരുവനന്തപുരത്തിന്റെ ഒരു ലോക്കൽ പ്രാദേശിക മാവാണല്ലോ കോട്ടൂർക്കോണം. ഓക്കെ. അതുപോലെ ഇത് കല്ലുകെട്ടി എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന്റെ ഒരു തനതായിട്ടുള്ള മാവാണെന്നാണ് പറയുന്നത്. അതുണ്ട്. പിന്നെ ഇതാണെങ്കിൽ കുളമ്പ്. നമ്മളിപ്പോൾ കാലാപ്പാടി കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഏറ്റവും റിസൾട്ടുള്ള മാവ് കുളമ്പാണ്. ഗംഭീര മാങ്ങയാണ്, ക്വാളിറ്റി വൈസ് നല്ലതാണ്, പുഴുക്കേടില്ല, നല്ലോണം കായ്ക്കും, ബഞ്ചായിട്ട് നല്ലോണം കായ്ക്കും. വളരെ വലുതായി വളരുന്ന മാവ് തന്നെയാണ് കുളമ്പ്. കാലാപ്പാടി പോലെ ചെറുതല്ല, വലുതായി വളരും, നല്ല ഗ്രോത്തും കിട്ടും, നല്ലോണം കായം പിടിക്കും. 3-ാം കൊല്ലം റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഒരു രണ്ടാമതൊരു മാവ് വയ്ക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ കുളമ്പ് വയ്ക്കാം, അല്ലെങ്കിൽ ആദ്യമായിട്ട് കുളമ്പ് വെച്ചാലും നഷ്ടം വരില്ല. ഓക്കെ. അത്ര ഗംഭീരമായ മാവാണ് ഹോം ഗ്രൗണ്ട്. നല്ല തൈയാണ്. ഇത് മറ്റേ അപേക്ഷിച്ച് ഇത്തിരി വലുതാണ്, നല്ല സൈസ് ഉണ്ട്. പിന്നെ ഇതെല്ലാം കുളമ്പാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് നാംഡോക്മായി, ഇത് ബ്രാൻഡഡ് അല്ല. നാംഡോക്മായുടെ ഒരു പീസ് ഉണ്ട്. അത് നമ്മൾ പിന്നെ അത്ര വളരെ ഇതൊരു ട്രെൻഡ് പറയുമ്പോഴേ നമ്മൾ അതുകൊണ്ട് വന്ന് നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ ഓർമ്മിക്കണാണ്. നാംഡോക്മായി കൊണ്ടുവരും. അത് ആൾക്കാർ ചോദിക്കുമ്പോൾ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് 500 രൂപയാണ് വില.
നമ്പർ തൈ 500 രൂപയ്ക്കാണ് വെക്കുന്നത്. ഓക്കെ ഓക്കെ. പ്ലാന്റ് അത്യാവശ്യം നല്ലതാണ്, നല്ല പ്ലാന്റ് തന്നെയാണ്, നല്ല പ്ലാന്റുകളാണ്. ഇത് കാലാപ്പടി, ഇത് നമ്മൾ മുമ്പ് വന്ന സ്റ്റോക്കിലുള്ളതാണ് കാലാപ്പടി. മുമ്പ് വന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കണ്ടോ? ഇല്ല, അത് 350 രൂപ തന്നെ വേണം. അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല, കാരണം നമ്മൾ മേടിച്ചാലും കുറഞ്ഞു പോകുമല്ലെങ്കിൽ. ഓക്കെ. ഇത് കുറേ കാലം നോക്കിയിട്ടല്ലേ വരുന്നത്. ഇത് കർപ്പൂരം, കൊല്ലം ആണ്. പൊളച്ചിറ മാങ്ങ എന്ന് പറയുന്നത് ഹോം ഗ്രൗണ്ട് കർപ്പൂരമാവ്. സെയിം റേറ്റ് 350 റുപ്പീസ്. ഹോം ഗ്രൗണ്ട് തന്നെ നാടമാവുകളിൽ ചക്കര വരാറുണ്ട്. പിന്നെ ഓൾ സീസൺ നാടെന്ന് പറയാൻ പറ്റില്ല, ഈ സാധനങ്ങൾ വരാറുണ്ട്. അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതാണ്, അടുത്ത ഓർഡറിൽ അത് ഉണ്ടാവും. ഇത്രയാണ് നാടമാവിൽ അവരുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കുളമ്പ് ഹോം ഗ്രൗണ്ടിന് കൊടുക്കാറ്. കാലാപ്പാടി കഴിഞ്ഞാൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക കുളമ്പാണ്. നമ്മൾ ആ റിസൾട്ടിൽ ഒരു പ്രശ്നം വരരുതെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ചോദിച്ചാൽ നമ്മളത് റെക്കമെൻഡ് ചെയ്യും. കുറ്റിയടി തൈക്കളാണ്, നിങ്ങൾ നോക്കൂ, ഇതുണ്ട്, അത്യാവശ്യം നല്ല തൈക്കളാണ്, പട്ടായ മാതിരിയുള്ള തൈക്കളാണ്. ഇതൊക്കെ നമ്മൾ എത്രയ്ക്ക് കൊടുക്കണേ? നമ്മൾ 130 രൂപ, 130. ഓക്കെ. നല്ല തൈക്കളാണ്, നല്ല പ്ലാന്റ്സ് ആണ്, വളരെ ഹെൽത്തിയാണ്. അതിൻ്റെ നാളികേരം കണ്ടില്ല, നല്ല സൈസുള്ള നാളികേരമാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് കുറവ്. അതിൻ്റെ ഫലത്തിൽ മാത്രമല്ല, എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ ഇപ്പോൾ അത്ര വലിയൊരു വോളിയം ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അത് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യും. റിപ്ലൈ പെട്ടെന്ന് കിട്ടും. അതിന് ചെയ്യേണ്ട സ്റ്റെപ്സ് അവർ പറയും, ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമറുടെ ഒരു ചെറിയൊരു കാര്യത്തിൽ പോലും. അപ്പോൾ അത് വളരെ വ്യവസ്ഥാപിതമായിട്ട് ഒരു മോസ്റ്റ് മോഡേൺ മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഉപയോഗിച്ച് നടക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും. ഒരു കസ്റ്റമർക്ക് നമ്പർ കൊടുക്കുക, നിങ്ങൾ അവരെ വിളിച്ചോളൂ, അവരുടെ സാധനമാണെന്ന് പറഞ്ഞാൽ അവർ വിളിക്കുകയും ചെയ്യും, ഒരു തൃപ്തികരായ ഒരു മറുപടിയും കൊടുക്കും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്ര എളുപ്പമല്ല. നമ്മളിപ്പോൾ അത്രയും ചെറിയൊരു സാധനം നടത്തുന്നവർക്ക് പോലും കംപ്ലയിൻറ്റ്സ് വന്നാൽ അതിലൊരു പ്രയാസമല്ലേ. ഇത് ലോഡ് കണക്കിന് സാധനം സൗത്ത് ഇന്ത്യയിൽ മുഴുവനായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു കസ്റ്റമർ സർവീസ് ഒരു രക്ഷയില്ല, ഗംഭീരമാണ്. അപ്പോൾ പ്രൊഡക്റ്റും അതെ, പ്രൊഡക്റ്റ് ചിലപ്പോൾ പ്ലാന്റ് സൈസ് ഇത്തിരി ചെറുതാവുന്നല്ലാതെ കോംപ്രമൈസ് ഇല്ല. പിന്നെ അത് പെട്ടെന്ന് ഗ്രോ ചെയ്യും അവർ ആ പോട്ടി മിക്സറിൻ്റെ ഗുണം കൊണ്ട്. പിന്നെ കവർ സൈസും നമ്മുടെ ഈ K100 മാംഗോസ്റ്റിന് ഒഴികെ ബാക്കിയെല്ലാം തുടങ്ങുന്നത് 10-14 കവറാണ്. അത്യാവശ്യം അതിൽ സാധനങ്ങളുണ്ടാവും. 2 കൊല്ലം ഒരു കുഴപ്പമില്ലാതെ പ്ലാന്റ് ഇരിക്കുകയും ചെയ്യും. നമുക്ക് യാതൊരു ബോറേഷൻ വേണ്ട, നമ്മൾ നനച്ചാൽ മാത്രം മതി. അവർ ചാണകവെള്ളം കലക്കി തെളി ഒഴിക്കാൻ പറയുമെങ്കിലും നമ്മളതൊന്നും ചെയ്തില്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല, നല്ല ഗ്രോത്ത് വരും. പിന്നെ നമ്മുടെ കയ്യിൽ ആദ്യം ഇറക്കിയ പ്ലാന്റ്സ് ഉണ്ട്, ഹോം ഗ്രൗണ്ട് തന്നെ ലേശം കൂടി വലിയ സൈസുകളിലുണ്ട്. നമ്മളത് 500 രൂപയ്ക്ക് തരും. അത് കവർ സൈസ് 10-14, പക്ഷേ 2-3 വയസ്സ് പ്രായമുണ്ട്, പൂക്കാറുള്ള സാധനമാണ്. അത് ഇപ്പോൾ നമ്മളത് റീപാക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ കാണിക്കാത്തതാണ്. അത്യാവശ്യം ഈ പറഞ്ഞ എല്ലാ വെറൈറ്റിയും അതിലും സ്റ്റോക്കുണ്ട്. ഇത് നെക്സ്റ്റ് സൈസാണ്, ഹോം ഗ്രൗണ്ട് തന്നെ 1000 രൂപയ്ക്ക് വിൽക്കണേ. നല്ല വലുപ്പമുണ്ടല്ലോ, നല്ല വലുപ്പമുണ്ട്, നല്ല കവർ സൈസ്, നെക്സ്റ്റ് കവർ സൈസാണ്, വലിയ പ്ലാന്റ്സ് ആണ്. പലതും ഇങ്ങനെ ഇരുന്നിട്ട് സീസണിൽ പൂക്കാറുണ്ട്. ഇത് 1000 രൂപയാണ് വില. അത് ഈ എല്ലാ വെറൈറ്റിയും നമ്മുടെ ഉണ്ടാവാറുണ്ട്. റംബൂട്ടാൻ്റെ എല്ലാം ഉണ്ട്. ഇതിപ്പോൾ N18 അല്ലേ വരുന്നത്? ഇത് N18 ആണ്. സൂപ്പറാണ്, നമ്മളെ സൊസൈറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാണ്. വെച്ചാൽ 2-3 കൊല്ലം ആവണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് നോക്കൂ, സുലഭമായിട്ട് ചക്ക ഉണ്ടാവും. നല്ല അത്യാവശ്യം ഒരു മറവുള്ള സ്ഥലമാണെങ്കിൽ വേണമെങ്കിൽ പറയാം. തോട്ടാണല്ലോ അപ്പോൾ അത് വരുന്നത്. അതെ, ഇത് തോട്ടപ്പറമ്പാണ്. ഒരു കൃത്യമായി വെയിൽ പോലും കിട്ടില്ല, പക്ഷേ കായ ഉണ്ടാവുന്നുണ്ട്, നല്ല നിലയിൽ കായ ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ നീണ്ടു പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അത് കാര്യം ഈ മറവ് കൊണ്ടാണ്. ഓക്കെ. ഇതിപ്പോ എനിക്ക് തോന്നുന്നു വെക്കേണ്ട രീതി, അതെ, ഇത് വളരെ പ്രധാനമാണ്. ഇത് 2-3 കൊല്ലം തികയാത്ത പ്ലാവാണ് ഇപ്പോൾ ഇങ്ങനെ കായ്ക്കുന്നത്. കഴിഞ്ഞ കൊല്ലം കായുണ്ടായി. അപ്പോൾ ആ വെക്കേണ്ട പ്രാധാന്യം നമ്മളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് കാണിക്കാം. ഇതങ്ങനെ നട്ടാണ്. ഞങ്ങൾ അവിടെ പോയി ഒരു ദിവസം, ആ കൊറോണ കാലത്ത് ഒരു ദിവസം അവിടെ പോയി അവരതെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ അന്ന് കുറച്ച് പ്ലാന്റ്സ് മേടിച്ചുകൊണ്ടത് ഞങ്ങളുടെ തോട്ടങ്ങൾ അങ്ങനെയാണ് നട്ടത്. അതിൻ്റെ റിസൾട്ട് അതിലുണ്ടായി. എല്ലാം പെട്ടെന്ന് കായുണ്ടായി, നല്ല റിസൾട്ടാണ്. നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സ് അങ്ങനെ കാണിക്കാനുണ്ട്. അതിനോടെ വന്ന് ഇവിടെ 3 ഇനം പ്ലാവുകൾ, അതിലൊന്ന് ഇപ്പോൾ ഈ വിയറ്റ്നാം സൂപ്പറാണ്. ഇനി ബാക്കി 2 കൂടി കാണിക്കും. ഇതാണ് കംബോഡിയൻ ചക്ക്, നമ്മൾ സൊസൈറ്റി കാണിച്ചു തന്നല്ലോ. ഇപ്പോൾ ഇത് ഒരു 3 കൊല്ലത്തിന് ചോടെ ഉള്ളതാണ്, ഒരു വലിയ ചക്കയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതും സത്യത്തിൽ ഈ ഒരു മട്ടോവ, അത് വേറെ ഫ്രൂട്ട് പ്ലാന്റാണ്. ഇവിടെ ഈ പ്ലാന്റ്സിൻ്റെ ഇടയിൽ മറവിലാണ് ഇപ്പോൾ ഈ പ്ലാവ് നിൽക്കുന്നത്. എന്നാൽ പോലും 2 ചക്ക ഉണ്ടായി ഈ പ്രാവശ്യം. 2 കൊല്ലത്തിന് പ്രായം. ഇവിടെ തന്നെ 2ഉം മുകളിലൊരു ഒരെണ്ണം. ഇത് കംബോഡിയനാണ്. ഇത് ശരിക്കും വിയറ്റ്നാം പോലെ ഫലമുള്ളതാണ്. നമ്മുടെ നാട്ടിൽ വിയറ്റ്നാം പോലെ അത്രയ്ക്ക് പ്രചാരം കിട്ടിയിട്ടില്ല, പക്ഷെ നല്ല റിസൾട്ട് ഉണ്ട്. നടുമ്പോൾ കായ ഉണ്ടാവുന്നുണ്ട്. വലിയ ചക്കയാണ് താനും. നമ്മൾ കഴിച്ചിട്ടില്ല, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറയാനായിട്ട്. ടേസ്റ്റിന് വേണ്ടി നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇത് മുറിച്ചിട്ട് വേണം കഴിക്കാൻ, അതാണ് സ്ഥിതി. ഡാങ് സൂര്യയാണ്, ചുവന്ന ചക്ക, ഉള്ളിൽ ചുവന്ന റെഡിഷ് കളർ വരുന്ന ഡാങ് സൂര്യ കഴിച്ച് കിടക്കുകയാണ്. ഇതിപ്പോൾ ഈ പറഞ്ഞ അതേ പ്രായമായിട്ടുള്ള പ്ലാവ്. ഭാഗത്തേക്ക് കാണില്ല കേട്ടോ, അത്യാവശ്യം നല്ല, അത് ഒരു മറവുണ്ട്. ഇത് തോട്ടപ്പറമ്പായതുകൊണ്ടേ. അപ്പോൾ ഇതിപ്പോൾ ആദ്യമായിട്ട് കഴിച്ചതാണ് ഈ കൊല്ലം.
ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട്, ഏതാണ്ട് മൂപ്പായിട്ടുണ്ട്. അപ്പം നമ്മളിത് പറഞ്ഞു വരുന്നത് കാണിക്കണം എന്താ വെച്ചാൽ ഹോം ഗ്രൗണ്ട് നമ്മൾ വെച്ചതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ട്, നമുക്ക് ആ വിശ്വാസം കൂടിയിട്ടുള്ളൂ, കുറഞ്ഞിട്ടില്ല എന്നർത്ഥം. അത് വെക്കേണ്ട രീതി വെക്കണം, കിട്ടേണ്ട റിസൾട്ട് കിട്ടില്ല. യെസ്, തീർച്ചയായിട്ടും കിട്ടും. റെഡ് ഹൈബ്രിഡ് നമ്മൾ കൊടുത്താണ്, 2 കൊല്ലം ആവണേ ഉള്ളൂ. അത് പൂവുണ്ടായി, കായ ആയി തുടങ്ങി. അങ്ങനെ സന്തോഷകരമായിട്ടുള്ള കാര്യമുണ്ട്. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൈകൾ നമുക്കിപ്പോൾ കൊടുക്കാനല്ലേ? ഉണ്ട്, നമ്മുടെ കയ്യിൽ 250 രൂപ മുതൽ ചെറിയ തൈകളുണ്ട്. ജബോട്ടിക്കാബിന്റെ തൈകൾ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. അത് പല വെറൈറ്റിക്ക് അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. ഇതിപ്പോൾ സബാറ എന്ന് പറഞ്ഞാണ്. ഇത് നമ്മൾ 250 റുപ്പീസിനാണ് സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ അങ്ങനെ വളരെ ചെറിയ പ്ലാന്റ്. ഇത് വെച്ച തൈകൾ കേട്ടോ, ഇതിന് 250 എന്നല്ല പറയുന്നത്, ചെറുതൈകൾ. ഇത് വെച്ചത് 250 രൂപ പ്ലാന്റ് ആണ്. അതിപ്പോൾ അത്യാവശ്യം വളർന്ന് ഇപ്പൊ 2 വർഷത്തെ പഴക്കം, 3 വർഷമായി കാണും. നമ്മൾ തുടങ്ങിയ ഫസ്റ്റ് ബാച്ചിൽ കൊടുത്താണിത്. ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഉണ്ടായിട്ടില്ല, ഇതിന് റിസൾട്ട് ആയില്ല സബാറയ്ക്ക്. റെഡ് ഹൈബ്രിഡ് പെട്ടെന്നായി, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും പെട്ടെന്ന് അതിന് റിസൾട്ട് വന്നു. ഇത് അബിയു ഹോം ഗ്രൗണ്ടാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് നട്ടിട്ടുള്ള തൈയാണ്. ഇപ്പോൾ ഏതാണ്ട് കായ പറിച്ചു കഴിഞ്ഞ് നവംബർ മിഡിലോട് കൂടിയിട്ട് പാകമായി പോകും. ഓൾമോസ്റ്റ് എല്ലാം പറിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള സ്ഥിതിയാണ്. നല്ല വലുപ്പമുണ്ടാവാറുണ്ട്. ലാസ്റ്റ് സ്റ്റേജാണ്. മുഴുത്ത കായ്ക്കളാണ് പൊതുവേ ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷത്തെ കായയുടെ മുഴുപ്പും കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം വളരെ വലുതായിരുന്നു, 600-700 ഗ്രാം വരെയുള്ള കായകളായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം സൈസ് കുറവായിട്ടാണ് കാണുന്നത്. എന്നാലും കായകൾ ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട് തന്നെ. ഹോം ഗ്രൗണ്ട് തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ? കട്ട് ചെയ്ത് നോക്കാം, ഇതെടുത്താലോ? ആയിക്കോട്ടെ. അപ്പോൾ ഏതായാലും അബിയു നമ്മളിപ്പോൾ ഈ കാണിച്ച പ്ലാന്റിൻ്റെ നമ്മുടെ ഹോം ഗ്രൗണ്ട് പ്രോഡക്റ്റാണ്. ഒരു സീഡാണുള്ളത്. സീഡാണുള്ളത്, വലിയൊരു സീഡുണ്ട്. ഇതിൻ്റെ ഉൾവശം കാണുമ്പോൾ കണ്ടോ സീഡാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ കഴിക്കണം എന്നാണ് പറയാം. ടേസ്റ്റ് വേറെ വ്യത്യാസം വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഇവിടെ മധുരം കേട്ടോ, നല്ല മധുരം. അബിയോന്റെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല മധുരം എന്നൊക്കെ പറയാം. ഇത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നമുക്ക് മധുരം അടിപൊളിയായിട്ട്. ഇപ്പോൾ മൂന്നാമത്തെ 3rd ഇയർ ആണ് ഇപ്പോൾ ഇത് ഉണ്ടാവുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് 3rd ഇയർ ആണ് ഇപ്പോൾ ഇത് ഇവിടെ ഉണ്ടാവുന്നത്. ആദ്യം കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും സമൃദ്ധിയായിട്ടുണ്ടായത് ഇല്ലേ? മധുരം സൂപ്പർ അല്ലേ? കായ വലിപ്പം വെച്ചത് കഴിഞ്ഞ പ്രാവശ്യമായിരുന്നു. നല്ല ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റ്. മധുരമുണ്ട്. ഒരു സപ്പോട്ട ടച്ച് തന്നെയാണല്ലേ? അല്ല, സപ്പോട്ട എന്ന് പറയാൻ പറ്റില്ല. ഇളനീര് കുറച്ചും കൂടി മധുരം ഉണ്ടായി. അതെ 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 അതെ, ചമർപ്പില്ലാത്തൊരു ഇളനീര് എന്നൊക്കെ പറയാം. അതാണ് എൻ്റെ അതിന് അടിപൊളിയാട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം, എന്നാൽ കറക്റ്റായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് വരും നമുക്ക്. അപ്പോൾ ഹോം ഗ്രൗണ്ടിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഈ ലാസ്റ്റായിട്ട് കണ്ട പ്ലാന്റുകളിലൂടെ നിങ്ങൾ കണ്ടു കേട്ടോ. ഞാൻ സൂപ്പർ എടുത്ത് കാണിച്ചിട്ടില്ല, അതും കൂടി ഒന്ന് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ടൊരു പ്ലാന്റ് എങ്ങനെ നടാം എന്നതിനെ കുറിച്ചുള്ളൊരു പാർട്ടായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഹോം ഗ്രൗണ്ടിൻ്റെ 2-3 പ്ലാന്റ്സ് കൂടെ ഉണ്ട്. അതിൽ കായത് ഇതേ ഉള്ളൂ. ഈ കറക്റ്റായി നടലിനെ പറ്റിയിട്ട് നമുക്ക് അവിടെ നിന്ന് പറയാൻ ഒരെണ്ണം ബുഷീറ്റ് നിൽക്കുന്നുണ്ട്. 2 വയസ്സതിനായിട്ടുള്ളൂ, 3ാമത്തെ വയസ്സാവണുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ എത്ര? 4 വർഷം കഷ്ടിച്ചായ പ്ലാന്റ് ആണ്. ഓക്കെ. ഇത് നമ്മൾ ഇത് തുടങ്ങുന്നതിനെക്കാട്ടി മുമ്പ് ഞാൻ അവിടെ നമ്മൾ ഡീലർഷിപ്പ് സംസാരിക്കാൻ പോയി, എൻ്റെ ഏജന്റ് ആക്കണ കാര്യം. അപ്പോൾ അന്നേരം മേടിച്ചോണ്ടെന്നാണ്. അപ്പോൾ 3 കൊല്ലത്തിന് മീത ഉണ്ട്. ഇത് 3ാമത്തെ സീസണാണ് കായ ഉണ്ടാവുന്നത്. ഒരു വിപണി നമുക്ക് നോക്കി ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി നോക്കൂ, ഉണ്ടല്ലേ? ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ആയിട്ടുണ്ടാവും. പിന്നെ സീസൺ തുടങ്ങുന്നതിന് മുമ്പാണ്. ഇതിപ്പോൾ ഡിസംബർ അല്ലേ, നമ്മളിപ്പോൾ ഈ സീസൺ കഴിച്ചു കഴിഞ്ഞു. പഴുത്ത ചക്ക ഈ സീസൺ കഴിച്ചു കഴിഞ്ഞു. റിസൾട്ടിന്റെ കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല, നമുക്ക് ഒരു സംശയവുമില്ല. കായ്ക്കും, നന്നായി കായ്ക്കും. അതാണ് ഞാൻ പറയുന്നത്. എപ്പോഴും ആ നടിലാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നടന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരാം.